ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായി വത്തിക്കാൻ. ഇന്നലെ പുറപ്പെടുവിച്ച മെഡിക്കൽ ബുള്ളറ്റിനിലാണ് പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വത്തിക്കാൻ അറിയിച്ചത്. പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ശനിയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ദീർഘവും തീവ്രവുമായ ആസ്മയ്ക്ക് സമാനമായ ശ്വസന പ്രതിസന്ധി അനുഭവപ്പെട്ടതായും അതിനാൽ ഹൈഫ്ലോ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമായി വന്നതായും വത്തിക്കാൻ ശനിയാഴ്ച പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചു. രക്തപരിശോധനയിൽ അനീമിയയുമായി ബന്ധപ്പെട്ട ത്രോംബോസൈറ്റോപീനിയയും കണ്ടെത്തി. ഇതേ തുടർന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്തതായും വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ പാപ്പ ക്ഷീണിതനായി കാണപ്പെട്ടെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ഫെബ്രുവരി 14-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. തുടർന്ന് നടന്ന പരിശോധനകളിലാണ് പോളി മൈക്രോബിയൽ ഇൻഫെക്ഷനും ഇരു ശ്വാസകോശങ്ങളിലുമുള്ള ന്യൂമോണിയയും കണ്ടെത്തിയത്. ഇതിനു മുമ്പ് 3 തവണ പാപ്പ ഇതേ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ശ്വാസകോശ സംബന്ധമായ സങ്കീർണമായ ആരോഗ്യാവസ്ഥ അദ്ദേഹത്തിന് 20-ാം വയസ്സിൽ വലത് ശ്വാസകോശം ഭാഗികമായി നീക്കം ചെയ്തതുമൂലം നേരിട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.